മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു കറി വെച്ചാലോ? എന്തും കൊണ്ടാണെന്നറിയണ്ടേ? ചതുരപ്പുളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞുതരാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ. ചതുരപ്പുളി ആദ്യം അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി ചെമ്മീനും കൂടി ഇട്ട് കറി വെക്കാം. ഉണക്ക ചെമ്മീൻ. ഈ ചതുരപ്പുളി അരിഞ്ഞതങ്ങ് ഇട്ട് കൊടുക്കുക. ചെമ്മീനും ചതുരപ്പുളിയും കൂടെ തേങ്ങ അരച്ച് നമുക്കൊരു പച്ചക്കറി വെക്കാം. അതിന് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ സാധനം ചേർക്കുന്നതിനനുസരിച്ച് വേണം മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാൻ. അതുകൊണ്ട് ഞാൻ അളവ് പറയുന്നില്ല. ചിലർ കൂടുതൽ ചേർക്കുമ്പം 1 സ്പൂണോ 1/2 സ്പൂണോ ഒക്കെ ഇട്ടാൽ പോരാലോ. എല്ലാം കൂടെ ഒന്ന് വെന്ത് പറ്റട്ടെ. നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് കടുക് വറുത്തെടുക്കാം. വേവുമ്പോഴത്തേക്ക് കടുക് മൂപ്പിച്ച് ഉള്ളി, ചതുരപ്പുളി, ചെമ്മീനും കൂടെ പച്ചക്കറി വയ്ക്കുക. തേങ്ങ അരച്ചെടുക്കുക. തേങ്ങായി കണ്ടോ, പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ ഉപ്പ് കലക്കി വെക്കുന്നു, അതുകൊണ്ട് ഉപ്പ് നീരാണ് ഒഴിക്കൽ. എന്നിട്ട് നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് കടുക് വറുക്കുന്നതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ തേങ്ങ അരച്ചതില്ലേ, അതും അങ്ങ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കടുക് വറുത്തതിനകത്ത് ഇച്ചിരി കരിവേപ്പില ഇട്ട് കൊടുക്കാം. ചെമ്മീനും ചതുരപ്പുളിയും കൂടെ തേങ്ങ അരച്ച് കറി വെച്ചത്. ഇതാക്കുമ്പോൾ ആ കടുക് വറുത്തതില്ലേ, അതും അങ്ങ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കറി എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കി നോക്കാം. ഇതൊക്കെ നിന്ന് വെറുതെ ഓരോ വീടുകളിൽ വെറുതെ നിന്ന് പോവുക. പക്ഷി ഇങ്ങനെ നമുക്കൊന്നും ഉണ്ടാക്കി നോക്കാം. നട്ടു വളർത്തിയാൽ മാത്രം പോരാല്ലോ, അത് ഓരോന്ന് ഉപയോഗിക്കണ്ടേ. നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നറിയാം. ഇതാ ചെമ്മീനും ചതുരപ്പുളിയും കൂടെ ഷാർപ്പിട്ടും കൂടെ കറി വെച്ചത്. കണ്ടോ, നമുക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. ഹായ്, സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാത്ത സൂപ്പർ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കണം. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. എന്നെ ഇത് ഫോളോയും ചെയ്യണം. ശോശാമ്മ കിച്ചൺ ഫുഡ് ചാനൽ ശോശാമ്മ. ചതുരപ്പുളി ഉണക്ക ചെമ്മീനും കൂടെ പച്ചക്കറി വെച്ച തേങ്ങ അരച്ച്